നമ്മുടെ ബിസിനസ്സിൽ വാല്യൂ ഉള്ള ഐറ്റംസിനെ എല്ലാം നമ്മൾ എന്തെന്ന് പറയും? അസറ്റ് എന്ന് പറയും. അപ്പോൾ അസറ്റായിട്ട് ഇപ്പോൾ ഫർണിച്ചർ, നമ്മുടെ ബിസിനസ്സിൽ ഫർണിച്ചർ ഒരുപാട് കാണും. നമ്മളിപ്പോൾ ഒരു മൊബൈൽ ഷോപ്പ് നടത്തുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ മൊബൈൽ ഷോപ്പിൽ നമ്മൾ എന്ത് മേടിച്ചിട്ടിരിക്കും? ഫർണിച്ചേഴ്സ് മേടിച്ചിട്ടിരിക്കും. അതേപോലെ തന്നെ ചിലപ്പോൾ മെഷീനറിയൊക്കെ കാണും. അതേപോലെ തന്നെ നമ്മുടെ സ്വന്തമായിട്ടുള്ള ബിൽഡിങ്ങുകൾ അല്ലെങ്കിൽ നമുക്കുള്ള ലാൻഡ്, ഇതെല്ലാം നമുക്ക് എന്താണ്? അസറ്റുകളാണ്. കാരണം ഈ പറഞ്ഞ ഫർണിച്ചർ ആണെങ്കിലും മെഷീനറി ആണെങ്കിലും ലാൻഡ് ആണെങ്കിലും ബിൽഡിംഗ് ആണെങ്കിലും എല്ലാത്തിനും എന്തുണ്ട്? വാല്യൂ ഉള്ള ഐറ്റംസ് ആണ്. നമ്മൾ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ക്യാഷ് കിട്ടും. അപ്പോൾ അത് വാല്യൂ ഉള്ള ഐറ്റംസ് ആണ്. പക്ഷേ ഈ പറഞ്ഞ ഐറ്റംസിനെ എല്ലാം നമ്മൾ പറയുന്നത് ഫിക്സ്ഡ് അസറ്റ് എന്നാണ്. കാരണം ഫർണിച്ചർ, മെഷീനറി, ലാൻഡ്, ബിൽഡിംഗ് ഒക്കെ നമ്മളിപ്പോൾ ഒരു ബിൽഡിംഗ് മേടിക്കുന്നു, ഒരു 10 ലക്ഷം രൂപയെ കൊടുത്ത് അല്ലെങ്കിൽ ഒരു 10 നില ഉള്ള ഒരു ബിൽഡിംഗ് നമ്മൾ വാങ്ങുന്നു. അപ്പോൾ ബിൽഡിംഗ് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മളത് ലോങ് ടേമിൽ യൂസിന് വേണ്ടിയിട്ടായിരിക്കും മേടിക്കുന്നത്. ഒന്നുകിൽ നമ്മളത് എന്ത് ചെയ്യും? വാടകയ്ക്ക് കൊടുക്കും. അല്ലെങ്കിൽ നമ്മൾ ലാൻഡ് മേടിക്കുന്നു, ലാൻഡ് മേടിച്ചിട്ട് നമ്മളവിടെ വീട് വയ്ക്കും. അല്ലെങ്കിൽ നമ്മൾ ലോങ് ടേം യൂസിന് വേണ്ടിയിട്ടായിരിക്കും ഈ പറഞ്ഞ ഐറ്റംസ് ഒക്കെ മേടിക്കുന്നത്. ഒരു വർഷത്തിൽ കൂടുതലാണ് അതിൻ്റെ ഒരു കാലയളവ് വരുന്നത് എങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും? ഫിക്സ്ഡ് അസറ്റ് എന്ന് പറയും. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത്? കറണ്ട് അസറ്റ്. ഒരു വർഷത്തിന് താഴെയുള്ളത്, അതായത് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ക്യാഷ് ആയിട്ട് കൺവെർട്ട് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആയിരിക്കണം. ഇപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ക്യാഷ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് വാല്യൂ ഉള്ള ക്യാഷാണ്, അത് അസറ്റാണ്. അതേപോലെ തന്നെ നമ്മുടെ കടയിലിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിലുള്ള സ്റ്റോക്കുകൾ എന്താണ്? അസറ്റാണ്. കാരണം നമ്മളത് കസ്റ്റമർ വരുമ്പോൾ നമ്മൾ വിൽക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ക്യാഷ് കിട്ടും. അതേപോലെ തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എന്തുണ്ടായിരിക്കും? ക്യാഷ് ഉണ്ടായിരിക്കും. അതും ഒരു അസറ്റാണ്. ഇനി വേറൊരു സന്ദർഭം നമുക്ക് നോക്കാം. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞു ഞാനൊരു മൊബൈൽ ഷോപ്പാണ് നടത്തുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാനൊരു മൊബൈൽ ഷോപ്പ് നടത്തി ഒരു മൊബൈൽ ഫോൺ അനിലെന്ന് പറയുന്ന ഒരാൾക്ക് വിറ്റു. അപ്പോൾ അനിലെന്ന് പറയുന്ന ഒരാൾക്ക് വിറ്റപ്പോൾ 50,000 രൂപയുടെ ഒരു മൊബൈലാണ് ഞാൻ വിറ്റത്. അപ്പോൾ 50,000 രൂപ ഇയാളിൽ തരാനായിട്ടില്ല, ഇയാൾ പിന്നെ തരാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പൈസ കിട്ടുന്നില്ല. പൈസയ്ക്ക് പകരം ഒരു ക്രെഡിറ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ വിൽക്കുന്നത്, കടം എന്നുള്ള രീതിയിൽ. ഇവിടെ അനിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് എന്തായിരിക്കും? ഒരു അസറ്റായിരിക്കും. കാരണം ഇയാൾ നമുക്ക് പിന്നീടായാലും എന്ത് തരും? ക്യാഷ് തരും. അപ്പോൾ അതിന് നമ്മൾ വേറെ ടേമൊക്കെ യൂസ് ചെയ്യും. അതൊക്കെ നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിൽ പഠിക്കാം. ലൈബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൽ ഒരുപാട് കടങ്ങൾ നമുക്ക് കാണും. അപ്പോൾ നമ്മുടെ ബിസിനസ്സിലുള്ള കടങ്ങളൊക്കെ നമുക്ക് എന്തായിട്ട് പരിഗണിക്കാം? ലൈബിലിറ്റി ആണെന്ന് നമുക്ക് പറയാം. ഇപ്പോൾ നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ ലോൺ എടുത്തു, നമ്മുടെ ബാങ്കിൽ നിന്നും എന്ത് ചെയ്തു? ലോൺ എടുത്തു. അപ്പോൾ ലോൺ എടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കൊരു ബാധ്യതയാണ്. അപ്പോൾ ബാധ്യതകളെയാണ് നമ്മൾ ലൈബിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ലോൺ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാവും. ക്യാഷ് നമ്മൾ കറക്റ്റായിട്ട് തിരിച്ചടക്കേണ്ടി വരും. അപ്പോൾ ലോൺ മേടിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ കടം മേടിക്കുന്നു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ലൈബിലിറ്റി ആയിട്ട് പറയുന്നത്. അപ്പോൾ അത് തന്നെ ഷോർട്ട് ടൈം ലൈബിലിറ്റി, കുറച്ച് കാലയളവിലേക്കുള്ള ലൈബിലിറ്റിയും അതേപോലെ തന്നെ ലോങ് ടൈം ലൈബിലിറ്റി ഉണ്ടോ, അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളൊരു ടോപ്പിക്കാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു 15,000 രൂപയുടെ ഒരു കമ്പ്യൂട്ടർ നമ്മൾ വാങ്ങുന്നു. പക്ഷേ നമ്മുടെ കയ്യിൽ പൈസ കൊടുക്കാനില്ലാത്തത് കൊണ്ട് നമ്മൾ പൈസ കൊടുക്കാതെ കടത്തിനാണ് വാങ്ങുന്നത്. അപ്പോൾ കടത്തിന് വാങ്ങിയാൽ പോലും അത് നമ്മൾ എന്ത് ചെയ്യണം? ബിസിനസ്സിൽ റെക്കോർഡ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ എന്തായിരിക്കും? നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് 15,000 എന്ന് പറഞ്ഞാൽ ഒരു ലൈബിലിറ്റിയാണ്. കാരണം നമ്മൾ ഈ പൈസ പിന്നീടായാലും കൊടുത്തേ പറ്റൂ. നമ്മൾ കടത്തിനാണ് സാധനം വാങ്ങിയത്. അതാണ് ലൈബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ബിസിനസ്സിൽ ഒരുപാട് ചിലവുകൾ നമുക്ക് ഡെയിലി വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാനൊരു മൊബൈൽ ഷോപ്പ് നടത്തുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ മൊബൈൽ ഷോപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട് മൊബൈൽ ഫോൺ നമ്മൾ വാങ്ങിച്ച് വെക്കണം. നമുക്ക് കസ്റ്റമറിന് എന്ത് ചെയ്യണം? സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് മൊബൈൽ ഫോൺ വാങ്ങി വെക്കണം. അതേപോലെ തന്നെ മെമ്മറി കാർഡ്, മൊബൈലിൻ്റെ കവർ, ഇങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് നമ്മൾ വാങ്ങി വെക്കണം. അപ്പോൾ വാങ്ങുക എന്ന് പറഞ്ഞാൽ എന്താണ്? പർച്ചേസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ പർച്ചേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് എന്താണ്? ഒരു എക്സ്പെൻസ് ആണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ നമ്മുടെ ബിസിനസ്സിൽ ഒരുപാട് സ്റ്റാഫുകൾ കാണും. അപ്പോൾ സ്റ്റാഫിനൊക്കെ നമ്മൾ സാലറി കൊടുക്കണം. സാലറി കൊടുക്കുക എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? ഒരു ചിലവ് തന്നെയാണ്. ബിസിനസ്സിനെ സംബന്ധിച്ചൊരു എക്സ്പെൻസ് തന്നെയാണ്. അതേപോലെ തന്നെ ഡെയിലി ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഡെയിലി വേജസ് കൊടുക്കുന്ന എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ നമ്മുടെ കടയിൽ വരും. അപ്പോൾ അതും നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് എന്താണ്? ഒരു എക്സ്പെൻസ് ആയിട്ട് നമ്മൾ പരിഗണിക്കണം. എക്സ്പെൻസ് തന്നെ നമുക്ക് രണ്ട് രീതിയിൽ കാണാം. ഡയറക്റ്റ് എക്സ്പെൻസും അതേപോലെ തന്നെ ഇൻഡയറക്റ്റ് എക്സ്പെൻസും. അപ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ പർച്ചേസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എക്സ്പെൻസുകളായിരിക്കും ഡയറക്റ്റ് എക്സ്പെൻസ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഇപ്പോൾ പറയുന്നില്ല. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഒന്ന് കാണുക.
നെക്സ്റ്റ് വൺ ഇൻകം. ഇൻകം എന്താണെന്ന് നമുക്കറിയാം. ഒരു വരുമാനം, നമ്മൾ ഒരു റവന്യൂ അല്ലെങ്കിൽ ഒരു വരുമാനത്തിന് വേണ്ടിയിട്ടായിരിക്കും ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു മൊബൈൽ ഷോപ്പ് നടത്തി മൊബൈൽ വാങ്ങി അതിന് ശേഷം ഈ മൊബൈൽ എന്ത് ചെയ്യുന്നു, വിൽക്കുന്നു. അപ്പോൾ മൊബൈൽ കസ്റ്റമറിന് വിൽക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് സെയിൽ എന്നുള്ള പറയുന്ന വേർഡായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. സെയിൽസ്, വിൽക്കുക. അപ്പോൾ സെയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് എന്താണ്, ഒരു ഇൻകമാണ്. അതേപോലെ തന്നെ നമുക്ക് കമ്മീഷൻ കിട്ടുന്നു. കമ്മീഷൻ കിട്ടുന്നതും എന്ത് തന്നെയാണ്, ഒരു ഇൻകമായിട്ടാണ് പരിഗണിക്കുന്നത്. അത് തന്നെ ഡയറക്റ്റ് ഇൻകവും ഇൻഡയറക്റ്റ് ഇൻകവും നമുക്ക് ഉണ്ട്. രണ്ട് രീതിയിലുള്ള ഇൻകമാണ്, നമുക്ക് പിന്നീട് പഠിക്കാം. അതേപോലെ തന്നെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ക്യാപിറ്റൽ. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൽ ആര് കാണും, ഒരു ഓണർ കാണും. അപ്പോൾ ഈ ഓണർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അസറ്റിനെ നമ്മൾ അല്ലെങ്കിൽ ക്യാഷിനെ നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയും. ഇപ്പോൾ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എൻറ്റിറ്റി കൺസെപ്റ്റാണ്. അതായത് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഡുവൽ എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന് പറയും. നമ്മുടെ ബിസിനസ്സും നമ്മുടെ ബിസിനസ്സിൻ്റെ ഓണറും രണ്ടും രണ്ടാണ്. അതായത് നമ്മുടെ ഓണർ ആണ് നമ്മുടെ ബിസിനസ്സിലേക്ക് പൈസ കൊണ്ടുവരുന്നതെങ്കിൽ പോലും നമ്മൾ ബിസിനസ്സിനെയും ഓണറിനെയും രണ്ടും രണ്ടായിട്ട് കാണണം. അതായത് നമ്മുടെ ബിസിനസ്സിനെ നമ്മളൊരു വ്യക്തിയായിട്ട് പരിഗണിക്കണം.